എബ്രോഡ് പോയിട്ട് MBBS പഠിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരിക്കലെങ്കിലും ജോർജിയയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ ജോർജിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന വലിയ കുറേ കൊറീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ജോർജിയയുടെ ബഡ്ജറ്റ് കൂടുതലാണെന്നുള്ളൊരു കൺഫ്യൂഷൻ പല സ്റ്റുഡൻസിനും ഉണ്ട്. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ കടാവർ ലഭിക്കത്തില്ല എന്നുള്ള ഒരു ടെൻഷൻ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ എന്നല്ല എല്ലാ രാജ്യങ്ങളിലും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് FMG റിസൾട്ട്. അതായത് വിദേശത്ത് പഠിച്ചിട്ട് ഇന്ത്യയിലോട്ട് വന്ന് പരീക്ഷ എഴുതുമ്പോൾ FMG റിസൾട്ട് വളരെ കുറവാണ് എന്നൊരു കാര്യവും ടെൻഷനായിട്ട് സ്റ്റുഡൻസിന്റെ ഫ്രണ്ടിലുണ്ട്. സോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജിലാണ് കറന്റിൽ ഇന്ന് ഞാനുള്ളത്. കോളേജ് വേറൊന്നല്ല, ജോർജിയയുടെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ബത്തൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. അതായത് ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി എടുക്കുന്ന സമയത്ത് പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് കടാവർ യൂസ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബത്തൂമി. അതായത് ജോർജിയയിലുള്ള ഗവൺമെന്റോ പ്രൈവറ്റോ ആയിട്ടുള്ള ഏത് കോളേജുകൾ എടുത്താലും നമുക്ക് എന്തില്ല, കടാവർ അവൈലബിൾ ഇല്ല. ഓൺലി ബത്തൂമിയിൽ മാത്രമാണ് എന്തുള്ളത്, നമുക്ക് കടാവർ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അതായത് 2024 FMG എക്സാമിൽ 63.29% റിസൾട്ട് നേടിയ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബവു എന്ന് പറയുന്നത്. അതായത് FMGന്റെ ഓൾ ഇന്ത്യ പെർസെന്റേജ് ഏകദേശം ഒരു 20 മുതൽ 25% വരെ നിൽക്കുന്ന സമയത്താണ് ബത്തൂമി ഇന്റർനാഷണൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു 3 ഇരട്ടിയിൽ എന്ത് ചെയ്തേക്കുന്നത്, പെർസെന്റേജ് നേടിയേക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എക്സാം പാസ്സാവുന്നുണ്ട്. അപ്പോൾ അതായത് 63% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ മികച്ച വിജയം FMGയിൽ നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബവു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇപ്പൊ ഇത്രയേറെ ബെനിഫിറ്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഭയങ്കര കോസ്റ്റ് വേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, നമ്മുടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $4,800 ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടുത്തെ ഒറിജിനൽ ഫീസ് എന്ന് പറഞ്ഞാൽ $6,800 ആണ്. പക്ഷേ ഓൺലി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ 4,800 ആയിട്ടാണ് അവർ ട്യൂഷൻ ഫീസ് വെച്ചേക്കുന്നത്. സോ വളരെ ബഡ്ജറ്റീവായിട്ട് വളരെ മികച്ചൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ജോർജിയയിൽ MBBS പഠിക്കാനായിട്ട് സാധിക്കും. സോ കറന്റ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ബത്തൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് ഏരിയയിലാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്കായിട്ട് എന്തുണ്ട്, വോളിബോൾ മാച്ച് നടക്കുന്നുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വോളിബോൾ മാച്ചിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിള്ളേരുടെ വോളിബോൾ മാച്ചൊക്കെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് വരുന്നത്. സോ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, ദെൻ ലൈബ്രറി, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഫറ്റേരിയ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ അക്കാഡമി സെക്ഷനാണ് വരുന്നത്. ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓണായിട്ട് 1100 ബെഡ് ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് ബത്തൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കോളേജിന്റെ ഉള്ളിൽ പോവാം. കോളേജിന്റെ ഉള്ളിൽ പോയതിനു ശേഷം എന്തൊക്കെയാണ് കോളേജിന്റെ ഫെസിലിറ്റീസ് എന്നുള്ള കാര്യവും, അത് കൂടാണ്ട് എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു മികച്ച വിജയം നേടിയത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കണ്ടു നോക്കാം.